സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഫാസിൽ കരമന. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിനാണ്. അൽസാജ് അരീനയിൽ വെച്ചാണ് കല്യാണം. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ട്, എന്റെ വൈഫ് മൻസിയ മോളുണ്ട്, പിന്നെ എന്റെ മകൾ അഫ്രീൻ സാദിയ ആയിഷുണ്ട് ഇവിടെ. പിന്നെ ആലിസാറ ഇസ്രി ഉണ്ട്. പിന്നെ അൽഫദീൻ ഹാത്തിമുണ്ട്. പിന്നെ ഇന്നൊരു സർപ്രൈസ് ഉള്ളത്, എന്റെ മകൻ അൽഫദീൻ ഹാത്തിമിന്റെ ബർത്ത്ഡേ ആണെന്ന്. അതൊരു ഹാപ്പിനെസ് ആണ്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണം, കല്യാണത്തിന് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സൺഡേ ജോളിയുടെ ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അങ്ങനെ വിളിക്കല്ലേ. അങ്ങനെ ഹാത്തിമിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞില്ല. അപ്പൊ വേറെ ആര് പാടുന്നു? ഹാത്തിം പാടാം. ഹാത്തിം പാടിക്കും. ഹാത്തിം ബർത്ത്ഡേ കാരൻ തന്നെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്നതാണ്. പാടിക്കും മോനെ. ഉച്ചത്തിൽ പാടും മക്കളെ. അന്നൂടെ പാടും. പാടിക്കോ, കുഴപ്പമില്ല. അമ്പേളി ഇഞ്ചി കുറവല്ല. വേറൊരു പാട്ട് പാടുന്നു. കഴിഞ്ഞ എത്രയേ ഉള്ളു? പൊളി പൊളിച്ചത്. ഐഷും ഒരു പാട്ട് പാടുന്നതാണ്. ഐഷു പാടുമ്പോ അപ്പൊ ഫുള്ള് ഇപ്പൊ പിന്നെ ഹാത്തിമിനെ കൊണ്ട് പാടിക്കുക. ഐഷുമ പാടുന്നെങ്കിൽ പാടിക്കുക. അടുത്തതായി തട്ടത്തിൽ എന്ന് പറയുന്ന തട്ടയിട്ടൊന്നും തട്ടത്തില് തന്നിട്ട് പോയതെന്ത് തഞ്ചത്തില് നെഞ്ചിൽ വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തട്ടത്തില് നെഞ്ചു പോയതെന്ത് കാറ്റില് വാസന കാതിലിൽ വാസന ലാഞ്ചന ലാഞ്ചന നെഞ്ചിലാലോചന. കഴിഞ്ഞോ? ഓ വെരി ഗുഡ്, താങ്ക് യു. അടുത്ത മറക്കുവാനാകില്ല മരിക്കാനുമാകില്ല സഖി നീയില്ലാതെ ജീവിതത്തിൽ നിന്നെ പിരിഞ്ഞുള്ള നാൾ തൊട്ടെന്റെ ഓർമ്മകൾ മാത്രം കൂട്ടിനായി. മുല്ലേ മുല്ലേ നീ ഇന്നെവിടെ കാണാൻ കണ്ണും കരളും കുതിച്ചേ. മംഗല്യം കരിക്കാതെ അന്നു നാം പിരിഞ്ഞില്ലേ. ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ. കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ. കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ. എന്നും ഞാനേകനാനടി ഉള്ളേ. എന്നും ഞാനേകനാണ്. നാം കണ്ട 1000
കബറടക്കി ഞാനെൻ കൽബിൽ ആരാരും കാണാതെ ആരോടും പറയാതെ അടക്കി പിടിച്ചു ഞാൻ നൊമ്പരങ്ങൾ. മുല്ലേ മുല്ലേ നീ ഇന്നെവിടെ, കാണാൻ കണ്ണും കരളും കൊതിച്ചേ. മംഗല്യം കഴിക്കാതെ അന്നു നാം പിരിഞ്ഞില്ലേ, ആശകളായിരം നിനക്കന്നു നൽകി ഞാൻ. കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ, കരളെ മറന്നാലും നീ എന്നെ വെറുക്കല്ലേ. എന്നും ഞാനേകനടി മുല്ലാണ്. ഓ പൊളിച്ച് ഞാൻ. അടുത്തത് ആരെങ്കിലും പാടുന്ന അടുത്ത വീണ്ടും ഞാൻ പാടും. ആത്മിനെന്തോ പറയാനുണ്ടോ? പറഞ്ഞ മുന്നേ എല്ലാ സബ്സ്ക്രൈബറിനും എന്റെ ബർത്ത്ഡേ ചോക്ലേറ്റ്സ് കാണിച്ചു കൊടുക്കൂ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ഹാത്തിം. ഹോളെത്താറായി. തൽക്കാലം നമ്മൾ പിന്നെ വരാം ഇനി. ഓക്കെ, കറക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ശംഖുമുഖം ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇനി ശംഖുമുഖം ബീച്ച് ഒന്ന് കറങ്ങി കാണാം. ഇപ്പൊ കടല് മൊത്തം കയറി കിടക്കുകയാണ്. കയറി ഉള്ളിൽ അകത്തോട്ട് ഫ്രണ്ടിലോട്ട് കിടക്കുക. അതുകൊണ്ട് വേറെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ കളിക്കുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, അവിടെ പോയി ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കണം. സെക്കൻഡ് തേർഡ് കുറച്ച് ദിവസമായി ഞാൻ ഇവിടേക്ക് വന്നിട്ട്. ശംഖുമുഖത്ത് കിടക്കുന്ന ഞാൻ ശംഖുമുഖത്ത് വന്നിട്ട് കുറച്ച് ദിവസമായി എന്ന് പറയുന്നത് തന്നെ വളരെ മ്ലേച്ഛമായ ഒരു കാര്യമാണല്ലേ. കുഴപ്പമില്ല, അത് നോക്കി എന്താണെന്നൊക്കെ പറഞ്ഞ ചായയും പടയൊക്കെ കുടിക്കാം, അല്ലെങ്കിൽ ഒരു സർപ്പത്തരക്ക അടിക്കാം. ഓക്കെ, നല്ല ദാഹമുണ്ട്, ഒരു വെള്ളവും കുടിക്കാം. ബിരിയാണി കഴിച്ചില്ലേ കല്യാണമൊക്കെ. ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അവിടെ ആലിയോടെ അലി. ഹലോ ഗൈസ്, നമ്മൾ കടലിൽ വന്നിട്ടുണ്ട്. കണ്ടോ? ഹായ് യൂട്യൂബർ. ഗിയറിടുന്നത് വണ്ടിയിൽ ഗിയറിടുന്നത് എൻ്റെ മകൾ അഫ്രിനാണ്. മോളെ പിന്നെ ടോപ്പ് ഓക്കെ, താങ്ക് യു. പറഞ്ഞു കൊടുക്കുന്ന ഓരോ സീനും. സെക്കൻഡ് ഇവിടെ ഇറങ്ങിട്ട് പോകണ്ട, എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോകണ്ട.
ആലി ഹലോ ആ ഒരു സർബത്തൊക്കെ കുടിക്കാന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി ചേച്ചിയുടെ കടയിൽ കയറി. നമ്മളെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുള്ള ചേച്ചിയാണ്. അവരുടെ അടുത്ത് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് നല്ല കിഡില്ല സർബത്ത് കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ശംഖുമുഖത്ത് നിന്ന് സർബത്തൊക്കെ കുടിച്ചിട്ട് അടുത്ത വിശേഷങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മുടെ വീഡിയോസും വ്ളോഗും എല്ലാ പ്രോഗ്രാമും കാണുക, കട്ട സപ്പോർട്ട് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓ വേണം. അതെ, അപ്പോൾ ഇന്നത്തെ കല്യാണവും ശംഖുമുഖം പരിപാടിയൊക്കെ കഴിഞ്ഞ് ശംഖുമുഖത്ത് നിന്ന് നമ്മൾ തിരിക്കുകയാണ്. ഇനി വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വീട്ടിലേക്ക് പോകും വഴി ബാക്കിയുള്ളത് പാക്കലാം. കരകാണ കടലിന് മേലേ യൂട്യൂബർ നല്ല മീൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി കഴിച്ചുകൊണ്ട് മീനിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.